നൂറ്റാണ്ടുകളുടെ ചരിത്രവും തനിമയും പേറുന്ന മനോഹരമായ ഒരു ഗ്രാമം. സൗദി അറേബ്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ തിളക്കമാർന്ന ഉദാഹരണം. പരമ്പരാഗത വാസ്തുവിദ്യയ്ക്കും പ്രാചീന സൗദി ജീവിതശൈലിക്കും പേരുകേട്ട പൈതൃക ഗ്രാമം ഉഷൈഗർ. heritage and this before Islam in Islam a lot from the more years. റിയാദിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന നജദ് മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്ന ജനവാസ കേന്ദ്രങ്ങളിലൊന്നാണ് ഉഷൈഗർ ഹെറിറ്റേജ് വില്ലേജ്. അവിടേക്കാണ് സുഹൃത്തുക്കളായ ജോമോൻ, രാജു എന്നിവരോടൊപ്പം ഇന്നത്തെ എന്റെ യാത്ര. റിയാദിന്റെ നഗരപ്രദേശങ്ങൾ വിട്ടുകഴിഞ്ഞാൽ വിജനമായ മരുഭൂമിയും ഇടയ്ക്കിടെ ചെറു പട്ടണങ്ങളും താണ്ടി ഏകദേശം 2 മണിക്കൂറിലധികം ചെലവിട്ടാണ് ഷക്ര പട്ടണത്തിന് സമീപമുള്ള ഉഷൈഗർ എന്ന പൈതൃക ഗ്രാമത്തിലേക്ക് ചെന്നെത്തേണ്ടത്. അയക്കൽ എന്നാണ് ഉഷൈഗറിന്റെ ആദ്യകാല നാമം. ചുവപ്പ് കലർന്ന പർവ്വതത്താൽ ഗ്രാമാതിർത്തി പങ്കിടുന്നതിനാൽ പിൽക്കാലത്ത് ചെറിയ സ്വർണ്ണനിറം എന്നർത്ഥം വരുന്ന ഉഷൈഗർ എന്ന് പേര് മാറ്റി. നജദ് വാസ്തുവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പ്രധാന കവാടത്തിലെ വലിയ തടിവാതിലുകൾ കടന്നു വേണം സന്ദർശകർക്ക് ഉഷൈഗറിലേക്ക് പ്രവേശിക്കാൻ. ഇത്താൽ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ വാതിലുകൾ കടന്നെത്തുന്ന ഓരോ സന്ദർശകർക്കും സൗദി അറേബ്യയുടെ പുരാതന വാസ്തുവിദ്യയുടെ നേർക്കാഴ്ചകളാണ് കാണാൻ കഴിയുക. ഉഷൈഗറിന്റെ ആകർഷകമായ കവാടമതിലുകൾ പരമ്പരാഗത നിർമ്മാണ ശൈലിയിൽ ചുവന്ന മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രാമത്തിനുള്ളിൽ മണ്ണിഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച 100 കണക്കിന് വീടുകളും ഇടുങ്ങിയ ഇടവഴികളും മരത്തടികളാൽ നിർമ്മിച്ച നടപ്പാതകളുമുണ്ട്. കട്ടിയുള്ള ചുവരുകളും ത്രികോണാകൃതിയിലുള്ള ജനലുകളും മരത്തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച മേൽക്കൂരകളും കൊത്തുപണികളുള്ള മരവാതിലുകളും ഇവിടെയുള്ള വീടുകളുടെ പ്രത്യേകതയാണ്. മരുഭൂമിയുടെ ചൂടിൽ നിന്ന് വീടിനുള്ളിൽ തണുപ്പ് നിലനിർത്താൻ ഈ വാസ്തുവിദ്യ സഹായിക്കുന്നു. പല വീടുകളും ഇപ്പോഴും അവയുടെ യഥാർത്ഥ കുടുംബ പേരുകൾ നിലനിർത്തുന്നതായി കാണാൻ കഴിയും. ഉഷൈഗറിന്റെ കൃത്യമായ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ രേഖകൾ ലഭ്യമല്ലെങ്കിലും 6-ാം നൂറ്റാണ്ട് മുമ്പ് മുതൽ ഇവിടെ ജനവാസമുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ കണക്കാക്കപ്പെടുന്നു. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ മരുഭൂമിയിലൂടെയുള്ള കച്ചവടപാതയിലെ ഒരു പ്രധാന ഇടത്താവളമായിരുന്നു ഉഷൈഗർ. ഇസ്ലാമിന്റെ ആവിർഭാവത്തോടുകൂടി ഈ ഗ്രാമം കുവൈറ്റ്, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് മക്കയിലേക്കുള്ള തീർത്ഥാടകരുടെ കൂടി ഇടത്താവളമായി മാറി. ഇവിടെയുള്ള ശുദ്ധജല ഉറവകളും തണൽ നൽകുന്ന ഒലിവ് ഈന്തപ്പനത്തോട്ടങ്ങളും സഞ്ചാരികളെ ആകർഷിച്ചിരിക്കാം. നിരവധി പണ്ഡിതന്മാരെയും ചിന്തകരെയും സംഭാവന ചെയ്തിട്ടുള്ള ഉഷൈഗർ ഇസ്ലാമിക പഠനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇബ്രാഹിം ബിൻ അഹമ്മദ് ബിൻ യൂസഫ് എന്നിവർ ഇവിടെ നിന്നുള്ള പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. ചരിത്രപരമായി ഉഷൈഗർ തമീം ഗോത്രത്തിൽപ്പെട്ടതാണെങ്കിലും മറ്റു ഗോത്രങ്ങളും ഇവിടെ താമസിച്ചിരുന്നു. അറേബ്യൻ ഉപദ്വീപിലെ നിരവധി കുടുംബങ്ങളുടെ ജന്മദേശം കൂടിയാണിത്. അൽ ഹുസൈനി, അബാ ഹുസൈൻ, അൽ ഷെയ്ഖ്, ഖത്തർ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളായ അൽത്താനി തുടങ്ങിയ കുടുംബങ്ങളാണ് ഇവരിൽ പ്രധാനികൾ. ഗ്രാമത്തിലെ ഒരു ചെറിയ സമൂഹം ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ സ്കൂളുകൾ, കടകൾ, പള്ളികൾ എന്നിവയെല്ലാം പഴയ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഗ്രാമീണർ സ്വന്തം നിലയ്ക്ക് പല കെട്ടിടങ്ങളും പുനരുദ്ധരിച്ച് സംരക്ഷിക്കുകയും സന്ദർശകർക്കായി പൗരാണിക വസ്തുക്കളുടെ ശേഖരങ്ങൾ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. Before Islam. Before Islam, Yes. yeah. Welcome. Yeah, thank you.
ഇവിടുത്തെ ഒരു പ്രധാന മ്യൂസിയമായ ഹമദ് അൽ സാലിം മ്യൂസിയത്തിൽ ഗ്രാമത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന പുരാതന വസ്തുക്കൾ, ആയുധങ്ങൾ, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വളരെ ആതിഥ്യമര്യാദയുള്ളവരും സന്ദർശകരെ സഹായിക്കാൻ സന്നദ്ധരുമാണ് ഇവിടത്തുകാർ. റിയാദിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന വൺ ഡേ ട്രിപ്പ് ഡെസ്റ്റിനേഷനാണ് ഉഷൈഗർ. ഉഷൈഗറിലെത്തിയാൽ മനോഹരമായ ഇടവഴികളിലൂടെ നടക്കാനും പുരാതനമായ വീടുകൾ സന്ദർശിക്കാനും പ്രാദേശിക ജീവിത രീതി അടുത്തറിയാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സന്ദർശകർക്ക് സാധിക്കും. ഇവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണെങ്കിലും മ്യൂസിയങ്ങൾ സന്ദർശിക്കാൻ ചെറിയ തുകകൾ ഈടാക്കുന്നുണ്ട്.